ഹരിയാന നിയമസഭാ സീറ്റ് സംബന്ധിച്ചുള്ള പ്രശ്നം ഇപ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ്. സുചിത്ര ദേവി എന്ന് പറയുന്നത് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അവർക്ക് ജയിക്കാൻ സാധിക്കുന്ന ഒരു സീറ്റല്ല, മത്സരിക്കാൻ വേണ്ടി ഒരു സീറ്റ് കൊടുക്കാൻ 7 കോടിയാണ്. അപ്പോൾ ചില വാർത്താ മാധ്യമങ്ങൾ ചോദിക്കുന്നത് ജയിക്കുന്ന സീറ്റിലേക്ക് എത്രയായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ആ 7 കോടി ഉറുപ്പിക കൊടുത്തിട്ട് പറ്റിച്ചു എന്നാണ് പറയുന്നത്. അത് ചെറിയ ആരെങ്കിലുമല്ല, കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വമാണ്. കെ സി വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, കൊടിക്കുന്നിൽ സുരേഷ്, ഇവരുടെ ചില സ്റ്റാഫിനെ ഇപ്പോൾ മാറ്റി നിർത്തിയതായിട്ടുള്ള വിവരമുണ്ട്. അത് ഇതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന കാര്യവും പരിശോധിക്കുക നന്നായിരിക്കും. ഇപ്പോൾ ഗൗരവ് കുമാർ, അവരുടെ ഭർത്താവ്, കേസ് കൊടുത്തു. ഈ കേസ് ഏറ്റവും അവസാനം വന്ന വാർത്തയിൽ പറയുന്നത് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ RSS നേതൃത്വം ഉൾപ്പെടെ ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് അത് ഇപ്പോൾ അതിൻ്റെ കോപ്പി പോലും കൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. സാധാരണ FIR കൊടുക്കേണ്ടതാണ്, വെബ്സൈറ്റിൽ കിട്ടുന്നതാണ്. അത് വെബ്സൈറ്റിലിട്ടില്ല, കൊടുക്കുന്നുമില്ല, അനന്തര നടപടികളൊന്നും മുന്നോട്ടേക്ക് പോകുന്നില്ല എന്ന് ഗൗരവ് കുമാർ ഇപ്പോൾ വലിയ ആരോപണമായിട്ട് ഉന്നയിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ രീതിയിലുള്ള വിജയം നേടും എന്ന് ഞങ്ങൾ അവകാശപ്പെടുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രവചനം നടത്തിയിട്ടുള്ള സർവേകളിലൊന്നും എവിടെയും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ UDF തിരിച്ചു വരും എന്നായിരുന്നു സർവേകൾ മുഴുവൻ, സർവേകളും. ഞങ്ങൾ അന്നും ഇന്നും 100% സർവേകൾ പറയുന്നതൊക്കെയാണ് ശരിയെന്നുള്ള വിശ്വാസമുള്ളവരല്ല. പക്ഷേ അന്ന് സർവേയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചവരാണ് UDF. പക്ഷേ വിധി വന്നപ്പോൾ 99 സീറ്റ് നേടി എല്ലാ പ്രവചനങ്ങളെയും സർവേകളെയും തെറ്റിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2ാം ടേം ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. ഇപ്രാവശ്യം മിക്കവാറും എല്ലാ സർവേയും ഇടതുപക്ഷത്തിന് അല്പം മുൻതൂക്കമുണ്ട് എന്ന രീതിയിൽ വന്നപ്പോൾ കോൺഗ്രസ്സുകാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഞങ്ങൾക്കതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. കഴിഞ്ഞ ഘട്ടത്തിൽ ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ UDFൻ്റെ അവകാശവാദം, LDFന് ഒരു സാധ്യതയുമില്ല എന്ന അവകാശവാദം ന്യായീകരിക്കുന്നതിന് വേണ്ടി സർവേയെ ഉപയോഗിച്ചവർ ഇപ്പോൾ സർവേ ഒരു തരത്തിലും പാടുള്ളതല്ല, അതിനെതിരായിട്ടുള്ള കേസ് ഉൾപ്പെടെ കൊടുക്കുന്ന സാഹചര്യം വരുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ വൻ സാധ്യതയോടുകൂടി തിരിച്ചധികാരത്തിൽ വന്ന 2ാം ടേമിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സർവേയുടെ വെളിച്ചത്തിൽ തന്നെ സാധിക്കും എന്ന കാര്യമാണ് എനിക്കതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.